सब एक मर्तबा इस्तग़फ़ार करो। क्या मास्क करी मुंह नहीं आ रही मच्छी माई के प्रॉब्लम्स जो आते हैं वो गुनाहों की वजह से അപ്പോൾ വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ തിന്മകൾ കാരണമായിട്ടാണ്, പാപങ്ങൾ കാരണമായിട്ടാണ്. वो उधर है अभी सहाबा के घोड़े बेकाबू हो जाते तो वो इस्तिग़फ़ार पढ़ते, सहाबा घोड़े काबू में आ जाते. സഹാബാക്കൾ അവരുടെ കുതിരകൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും അത് കാരണമായി ആ കുതിര വീണ്ടും നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യുമായിരുന്നു. अल्लाह हम सबको माफ करे. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും പുറത്തു വരുമാറാകട്ടെ. तो अरबी में इंटेंस डिजायर को तलब कहते हैं. അതുകൊണ്ട് അറബിയില് വളരെ രൂക്ഷമായ ആഗ്രഹത്തിനാണ് തലബ് എന്ന് പറയുന്നത്. कुरान में अल्लाह ताला कहते हैं अल्लाह यजतबी इलैहि मन यशा व यहदी इलैहि मन युनीब. अल्लाह ताला जिसे चाहते हैं चुन लेते हैं. ये अल्लाह की कुदरत है, लेकिन अल्लाह की आदत और सुन्नत ये है व यहदी इलैहि मन युनीब. अल्लाह गाइडेंस उसको देते हैं जिसके अंदर डिजायर होता है. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതിയാണ് അല്ലാഹു തആല അവൻ എന്ത് ചെയ്യും, അവൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവൻ തെരഞ്ഞെടുക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ അള്ളാഹുന്റെ ഭാഗത്ത് ഹിദായത്ത് ആർക്കാണ്? അത് ഉള്ളിലെ ത്വലബ് ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് അള്ളാഹുന്റെ ഭാഗത്ത് ഹിദായത്ത് നൽകപ്പെടുന്നത്. The desire to change, बदलना है हम सबको. सुनने के लिए जो बुलाए हैं, सुनाने के लिए नहीं. हम जो आए हैं सुनने के लिए नहीं आए हैं. हम जो यहाँ आए हैं बदलने के लिए आए हैं. നമ്മളിവിടെ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ വേണ്ടി വന്നവരല്ല. പക്ഷെ നമ്മളിവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. जिंदगी के मकसद को समझने के लिए आए हैं. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. हमारे यहाँ एक बहुत बड़ा इज्तिमा हो रहा था. उस इज्तिमा की दावत देने के लिए हम लोग घर घर गए. നമ്മുടെ സ്ഥലത്ത് ഒരു വലിയൊരു സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പൊ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വീടാന്തരം ആൾക്കാരെ കയറി കാണാൻ തുടങ്ങി. तो एक बहुत बड़े ऑफिसर के घर में भी जाना हुआ. ഒരു വലിയ ഓഫീസറുടെ വീട്ടിൽ ഞങ്ങൾ പോയി. वो बुलाए, बिठाए, ഞങ്ങളെ വിളിച്ചു, ഇരുത്തി. फिर उन्होंने, हमने कहा भाई इज्तिमा है, हम इज्तिमा की दावत देने के लिए आपके पास आए हैं. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇജ്തിമ ഉണ്ട്, ഇജ്തിമയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്, സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. तो उन्होंने एक सवाल हमसे पूछा, ये पूछा व्हाट इज द एजेंडा ऑफ योर इज्तिमा. അപ്പൊ ഞങ്ങളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ അജണ്ട എന്താണ്, കാര്യപരിപാടി എന്താണ്? मैं तो खामोश रहा. ഞാൻ മിണ്ടാതിരുന്നു. मेरे साथ जो साथी थे उन्होंने कहा टू एजेंडा. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇജ്തിമയിൽ, രണ്ട് ലക്ഷ്യം. रेक्टिफिकेशन ऑफ पर्पस ऑफ लाइफ एंड रेक्टिफिकेशन ऑफ वे ऑफ लाइफ. അതായത് രണ്ട് കാര്യപരിപാടി എന്താണ് ഇജ്തിമയില്? ഒന്ന്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ശരിയാക്കി തീർക്കുക. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണോ അത് തെറ്റിക്കിടക്കുകയാണ്, അത് ശരിയാക്കി തീർക്കുക. രണ്ടാമത് वे ऑफ लाइफ. രണ്ടാമത് ജീവിതത്തിന്റെ രീതി ശരിയാക്കി തീർക്കുക. ഈ രണ്ട് കാര്യം, ഒന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം ശരിയാക്കി തീർക്കുക, രണ്ട് ജീവിതത്തിന്റെ രീതി, ജീവിക്കുന്ന രീതി അത് ശരിയാക്കി തീർക്കുക. ये गोया कहा कि डेस्टिनेशन भी मालूम हो जाए और रूट भी मालूम हो जाए. അതായത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ യാത്ര ചെയ്യേണ്ട മാർഗവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. डेस्टिनेशन तो मालूम है, रूट मालूम नहीं है. ഒരു മനുഷ്യന് ലക്ഷ്യം അറിയാം, പക്ഷെ യാത്ര ചെയ്യാനുള്ള വഴി അറിയില്ല. रूट पर तो है लेकिन डेस्टिनेशन मालूम नहीं है. ഒരാൾ റൂട്ടിലുണ്ട്, പക്ഷെ ലക്ഷ്യം അറിയില്ല. व्हाट इज द पर्पस ऑफ आवर लाइफ? ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? लाइफ ജീവിതം इट्स ए प्रेशियस थिंग. അത് വളരെ വിലയുള്ള ഒരു കാര്യമാണ്. सबसे कीमती चीज तो जान है. ഏറ്റവും വിലയുള്ള സാധനം എന്താണെന്ന് ജീവനാണ്. जब कोविड आया और लॉकडाउन हो गया, सबको अपनी अपनी जगह बंद कर दिया गया, तो हुकूमत ने ये कहा जान है तो जहान है. ആ സമയത്ത് നമുക്ക് കോവിഡിന്റെ സമയത്ത് എല്ലാ സ്ഥലത്തും ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ തന്നെ കൂട്ടിയിടുന്നോളൂ, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല.
അപ്പൊ ആൾക്കാരോട് അവർ പറഞ്ഞ എന്താണ്? ജാൻ ഹേ തോ ജഹാൻ ഹേ. ജീവിതമുണ്ടെങ്കിൽ ജീവിതമുണ്ടെങ്കിലാണ് ഒരു ജീവിതം ബാക്കിയുള്ളത്. जान नहीं तो क्या भी नहीं है. ജീവൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ये जान की वजह से ही मजा है. ഈ ജീവൻ ഉള്ളതിന്റെ പേരിലാണ് നമുക്ക് ജീവിതത്തിൽ രുചിയുള്ളത്. मुर्दे को मजा आता है. ഒരു മയ്യത്തിന് എന്തെങ്കിലും രുചിക്കാൻ സാധിക്കോ? അറിയാൻ സാധിക്കോ? उसको ठंड लगती है. അയാൾക്ക് തണുപ്പ് അറിയാൻ സാധിക്കോ? जनाजे को जो गुस्ल देते हैं, गर्म पानी डालो ठंडा पानी डालो, उसको क्या फर्क होने वाला है? ഒരു മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. सारा सब कुछ तो इस जान की वजह से है. നമ്മുടെ എല്ലാം നമ്മൾ അറിയുന്ന എന്തിന്റെ പേരിലാണ്? നമ്മുടെ ഉള്ളിലുള്ള ജീവന്റെ പേരിലാണ്. और इस जान को बचाने के लिए बाज मर्तबा आदमी सब माल लगाने के लिए तैयार हो जाता है. ഒരു മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ മുഴുവൻ സമ്പത്തിനെയും ചിലപ്പോൾ ചെലവഴിക്കാൻ തയ്യാറാണ്. पूरी प्रॉपर्टी बेचकर कहता है मेरी माँ की जान बचा लीजिए डॉक्टर साहब. ചിലര് പറയും എന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും ഞാൻ എന്താണ് അത് വിൽക്കാൻ തയ്യാറാണ്, പക്ഷെ എന്റെ ഉമ്മയുടെ ജീവൻ ഒന്ന് രക്ഷിച്ചു തന്നാലും. वो डॉक्टर साहब कहते हैं कोई गारंटी नहीं है. ആ സമയത്ത് ഡോക്ടർ പറയും ഒരു ഗ്യാരണ്ടിയും ഇല്ല. और ऐसा भी हुआ है जिस डॉक्टर ने कहा कोई गारंटी नहीं है वो मर गया, और जिसके ताल्लुक से कहा गारंटी नहीं है वो अच्छी होकर के हॉस्पिटल से डिस्चार्ज हो गई. ചില സന്ദർഭങ്ങളിൽ ഏത് ഡോക്ടറാണോ പറഞ്ഞത് ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞത് ആ ഡോക്ടർ മരിച്ചുപോയി. പക്ഷെ ആരെ കുറിച്ചാണോ ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞത് അയാൾ അയാളുടെ അസുഖം മാറി തിരിച്ചു വീട്ടിലേക്ക് പോയി. तो ये जान बहुत इंपॉर्टेंट है. അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലയുള്ള സാധനമാണ്. इसी जान की वजह से आंखों में रोशनी है. ഈ ജീവന്റെ പേരിലാണ് നമ്മുടെ കണ്ണിൽ പ്രകാശമുള്ളത്. इसी जान की वजह से जुबान में टेस्ट है. ഈ ജീവന്റെ പേരിലാണ് നമ്മുടെ നാവിൻ തുമ്പത്ത് രുചിയുള്ളത്. इसी जान की वजह से एंजॉयमेंट है. ഈ ജീവന്റെ പേരിലാണ് നമുക്ക് കാര്യങ്ങൾ രുചിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നത്. इसी जान की वजह से मूवमेंट है. ഈ ജീവനുള്ളതിന്റെ പേരിലാണ് നമ്മൾ ചലിക്കുന്നത്. सब कुछ तो इसी जान की वजह से है. എല്ലാം ഈ ജീവന്റെ പേരിലാണ്. सहाबा नहीं, कुछ लोग हुजूर अकरम सल्लल्लाहु अलैहि वसल्लम के पास आए. आकर के उन्होंने सवाल किया और उस सवाल को कुरान ने नकल किया. यसअलूनका अनिर रूह. ये जान क्या चीज है? ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് റൂഹ് എന്താണെന്ന് ചോദിക്കില്ല. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ വന്നിട്ട് ചോദിച്ചു, നബിയോട് ചോദിച്ചു, തങ്ങളെ എന്താണ് ഈ റൂഹ് എന്നുള്ളത്? यसअलूनका अनिर रूह. ये जान क्या चीज है? यसअलूनका अनिर रूह. ഈ റൂഹ് എന്താണ്? ഈ ജീവൻ എന്താണ്? तो अल्लाह ने उसका जवाब दिया. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകി. कुलिर रूह मिन अम्री रब्बी. इनसे कह दीजिए कि ये जो जान है, ये जो लाइफ है, ये जो रूह है, ये अम्री रब्बी, ये तुम्हारे रब का कमांड है. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, "ഖുലി റൂഹു മിൻ അംരി റബ്ബി." അവരോട് പറയുക, തങ്ങളെ റൂഹ് എന്താണെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, കമാൻഡാണ്. तो ये लाइफ बहुत इंपॉर्टेंट है. അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ओनली वंस है, ഒരു പ്രാവശ്യമാണുള്ളത്. मल्टीपल टाइम्स नहीं है. ഈ ജീവൻ പല പ്രാവശ്യമില്ല. और बहुत शॉर्ट है. അതുപോലെ ജീവിതം വളരെ കുറഞ്ഞ സമയത്തേക്കാണ്, बहुत शॉर्ट है. വളരെ ചെറുതാണ്. और अनसर्टन है. പിന്നെ ജീവിതത്തെ കുറിച്ച് ഒരു ഗ്യാരണ്ടിയും ഇല്ല. अब इस जिंदगी का मकसद क्या है? അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? इसका टारगेट क्या है? ഇതിന്റെ ടാർഗറ്റ് എന്താണ്? एक गेम का टारगेट होता है. സാധാരണ കളിക്കുന്ന സമയത്ത് ഒരു ഗെയിമിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. होता है ना भाई? ഉണ്ടാവില്ലേ? क्रिकेट में टारगेट सेट किया जाता है ക്രിക്കറ്റിൽ എന്തുണ്ടാവും? ടാർഗറ്റ് ഉണ്ടാവും. कि इतने बॉल्स, इतने रन्स, इतने ओवर्स. ഇത്ര ബോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഓവേഴ്സ് ഉണ്ട്, ഇത്ര റൺസ്. टारगेट है. ഒരു ടാർഗറ്റ് ഉണ്ട് ഇറങ്ങുന്ന സമയത്ത്. एक गेम का टारगेट है, और हमारी जिंदगी का कोई टारगेट नहीं है. നമുക്ക് ഒരു സാധാരണ ചെറിയൊരു ഗെയിമിന് ടാർഗറ്റ് ഉണ്ട്, ഈ ജീവിതത്തിന്റെ ടാർഗറ്റ് ഇല്ലേ? और टारगेट के बगैर कोई गेम नहीं होता. ഒരു ടാർഗറ്റ് ഇല്ലാതെ ഒരു ഗെയിം നടക്കൂല, ഒരു കളി നടക്കൂല. आदमी फुटबॉल खेलता है तो पहले गोल सेट करता है. സാധാരണ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഗോളി പോസ്റ്റ് വെക്കും. छोटे बच्चे रोड पे फुटबॉल खेलते हैं हमारे बैंगलोर में.
ചെറിയ ചെറിയ കുട്ടികൾ ഞങ്ങളുടെ ബാംഗ്ലൂരില് റോഡിൽ എന്തെങ്കിലും ഫുട്ബോൾ കളിക്കും. ग्राउंड नहीं है, അവിടെ ഗ്രൗണ്ട് ഇല്ല, रोड पे खेलते हैं. റോഡിൽ കളിക്കും. गोल पोस्ट नहीं होता, लेकिन पहले गोल पोस्ट बनाते हैं. അവിടെ ഗോൾ പോസ്റ്റ് ഇല്ല, പക്ഷെ കളിക്കുന്നതിന് മുമ്പ് ഗോൾ പോസ്റ്റ് ഉണ്ടാക്കും. पहले तो पत्थर रख देते हैं, രണ്ട് കല്ലുകൾ വെക്കും. ये गोल है. ആദ്യം തന്നെ രണ്ട് കല്ലുകൾ വെക്കും കളിയുടെ തുടക്കത്തിൽ. कि पहले डायरेक्शन सेट हो गया, അതെന്താണ് കളിയുടെ ലക്ഷ്യം, അത് ആദ്യം തീർപ്പ് കൽപ്പിച്ചു. അതിനെ കുറിച്ച് गोल सेट हो गया. ഗോൾ പോസ്റ്റ് ഉണ്ടാക്കി, ടാർഗറ്റ് ഉണ്ടാക്കി. मैदान नहीं है, लेकिन गेम है. മൈതാനില്ല, പക്ഷെ കളി നടക്കും. बल्कि बाज जगह तो फुटबॉल भी नहीं है, ചില സ്ഥലങ്ങളിൽ ഫുട്ബോളും ഉണ്ടാവില്ല, लेकिन गोल होना जरूरी है. പക്ഷെ ഗോളി പോസ്റ്റ് ഉണ്ടാവും. हमारे दोस्त के बेटे ये कह रहे थे कि हमारी स्कूल में बॉल लेकर आने के लिए स्कूल अथॉरिटीज ने रोक दिया. നമ്മുടെ കൂട്ടുകാരന്റെ മകൻ പറഞ്ഞു, അവൻ പഠിക്കുന്ന സ്കൂളില് ബോളുമായിട്ട് സ്കൂളിൽ പോകാൻ അധികൃതർ കോളേജിലെ ആൾക്കാർ സ്കൂൾ ആൾക്കാർ പെർമിഷൻ കൊടുത്തില്ല, അനുമതി നിഷേധിച്ചു. ताकि हम इंटरवल में फुटबॉल खेल सकें. എന്താ കാരണം? ഞങ്ങൾ ബോൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഇന്റർവെൽ സമയത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയായിരുന്നു. लेकिन स्कूल अथॉरिटीज परमिट नहीं कर रहे थे. സ്കൂളിൽ പെർമിഷൻ കൊടുത്തില്ല. लेकिन इनके अंदर फुटबॉल खेलने का शौक है. പക്ഷേ ഈ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കുന്നത് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. तो इन्होंने क्या किया, इन बच्चों ने वो जो कागज के टुकड़े होते हैं ना, उसको जमा 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 करके एक बॉल की शक्ल बना दी, उसको रबर बैंड डाल के बॉल बना लिया और गेम खेल रहे हैं. പക്ഷെ കുട്ടികൾ എന്താ ചെയ്തത്? അവര് കുറെ കടലാസ് കഷ്ണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഒരു ഫുട്ബോൾ രൂപം ഉണ്ടാക്കി, അതിന്റെ മുകളിൽ നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് കെട്ടി ഒരു ഫുട്ബോൾ ആക്കി ആ ബോൾ കൊണ്ട് കളിക്കാൻ തുടങ്ങി. तो गोया बॉल के बगैर भी फुटबॉल हो सकता है, लेकिन गोल के बगैर फुटबॉल नहीं हो सकता. അതായത് ബോൾ ഇല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ സാധിക്കും, പക്ഷെ ഗോളി പോസ്റ്റ് ഇല്ലെങ്കിൽ, ഗോൾ ഇല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ സാധിക്കും. तो फुटबॉल का गोल है, क्रिकेट का टारगेट है, एजुकेशन का टारगेट है, मेरी लाइफ का क्या टारगेट है? സഹോദരന്മാരെ, സാധാരണ കളികള് ഫുട്ബോള്, ക്രിക്കറ്റ്, ഇതിനൊക്കെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ടാർഗറ്റ് ഉണ്ട്, ഗോളി പോസ്റ്റ് ഉണ്ട്, ഗോൾ ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷന് ലക്ഷ്യമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം ഇതിനൊരു ലക്ഷ്യം ആവശ്യമാണ്. पहले ये इस्तेमाल इसलिए करते हैं ताकि सबसे पहले हमको डिसाइड करना है कि हमारा टारगेट क्या है. ഈ ഇസ്തിമാ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതം, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. रब्बना मा खलक़्त हाज़ा बातिलन सुब्हानक फ़क़िना अज़ाबन्नार. अल्लाह ताला कहते हैं, यूं कहो कि अल्लाह तूने बेकार कोई चीज पैदा नहीं किया. അല്ലാഹു തആല പറയാണ്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. എന്താണ്? അല്ലാഹു ഈ സൃഷ്ടികളൊന്നും നീ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. वो सब कुछ जो हमें नजर आता है और वो सब कुछ जो हमें नजर नहीं आता, वो सब कुछ अल्लाह ने पैदा किया है और अल्लाह ने एक पर्पस के तहत पैदा किया है. നമ്മൾ കാണുന്നതും കാണാത്തതുമായ മുഴുവൻ സൃഷ്ടികളെയും ഇതുണ്ടാക്കിയവൻ ആരാണ്? അല്ലാഹു ആണ്. അവൻ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. क्रिएशन अल्लाह की सिफत है. അതായത് സൃഷ്ടിക്കുക ഇത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. अल्लाह इज द ओनली क्रिएटर. അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ്. हम प्रोडक्शन कर सकते हैं, क्रिएशन नहीं कर सकते. നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല, പക്ഷെ നിർമ്മിക്കാൻ സാധിക്കും. I was just thinking what will be the word. प्रोडक्शन इंसान कर सकता है, लेकिन क्रिएशन अल्लाह ताला करते हैं. സൃഷ്ടിക്കുന്നത് അല്ലാഹു മാത്രമാണ്, മനുഷ്യന് സാധിക്കുന്നത് നിർമ്മാണം മാത്രമാണ്. कुछ भी नहीं था, सब कुछ बना दिया. ഒന്നുമില്ലായിരുന്നു, അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും ഉണ്ടാക്കി. बोलो भाई, मुर्गी पहले आई कि अंडा पहले आया? കോഴിയാണ് ആദ്യം ഉണ്ടായത്, അല്ല മുട്ടയാണ് ആദ്യം ഉണ്ടായത്? മറുപടി പറയണോ? ഞാൻ കോഴിയോ? ആ കോഴി എടുത്തു. मुर्गी पहले आई कि अंडा पहले आया? കോഴിയാണോ ആദ്യം ഉണ്ടായത്, അല്ല മുട്ടയാണ് ആദ്യം ഉണ്ടായത്? മുട്ടയാണ്. मुट्ठे पहले आया तो कोड़ी कहाँ से आई? മുട്ട ആദ്യം വന്നതിന്റെ കോഴി എടുത്തില്ല, മുട്ടയിട്ട കോഴി എന്നാണല്ലോ. तो कोड़ी पहले आई तो मुट्ठे कहाँ से आया? കോഴി ആദ്യം ഉണ്ടായത് മുട്ട എടുത്തു വന്നു. कुछ नहीं था ഒന്നും ഉണ്ടായിരുന്നില്ല. और अल्लाह के लफ्ज़े कुन से सब कुछ बन गया. അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻ എന്നൊരു വാക്കുകൊണ്ടാണ് എല്ലാം ഉണ്ടായത്. इसको कहते हैं क्रिएटर. അതിനാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത്.
इंसान क्या करता है, यहाँ का थोड़ा वहाँ का थोड़ा वहाँ का थोड़ा सब मिला के एक नई शक्ल दे देता है, एक नया शेप देता है। इसीलिए फरमाया वो क्या करता है, वो प्रोड्यूस करता है, क्रिएट नहीं करता। പക്ഷെ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? മനുഷ്യൻ അവിടുത്തെ കുറച്ച് സാധനം എടുക്കും, ഇവിടുത്തെ സ്ഥാനത്ത് സ്ഥാനം എടുക്കും, എല്ലാത്തിനെയും കൂടി മാറ്റി രൂപകൽപ്പന ഉണ്ടാക്കി, രൂപമാറ്റം ഉണ്ടാക്കി നിർമ്മിക്കും. അതുകൊണ്ടാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, അവൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. अल्लाह क्रिएटर है, അല്ലാഹുവാണ് സൃഷ്ടാവ്. आसमान को अल्लाह ने बनाया है, ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, जमीन को अल्लाह ने बनाया है, ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. इतना बड़ा समंदर, अटलांटिक ओशन, पैसिफिक ओशन, इंडियन ओशन, कितने ओशन, सब अल्लाह ने बनाया है। മുഴുവൻ സമുദ്രസാഗരങ്ങളെയും, അറ്റ്ലാന്റിക് ഓഷൻ, പസഫിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, എല്ലാ സമുദ്രങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. जितने जंगल हैं सब अल्लाह ने बनाया है, जितने डेजर्ट्स हैं सब अल्लाह ने बनाया है। എല്ലാ കാടുകളെയും വനങ്ങളെയും എല്ലാ മരുഭൂമികളെയും അത് സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണ്. जितना हमको नजर आता है वो भी अल्लाह ही ने बनाया है, जितना हमको नजर नहीं आता वो भी अल्लाह ही ने बनाया है। ഒന്ന് കുറച്ച് മുമ്പോട്ടേക്ക് വരാം. ഈ മുമ്പിലുള്ള സ്ഥലങ്ങൾ പൂർത്തിയാക്കിയാൽ ഒന്ന് കുറച്ച് എഴുതിയാണ്, ഒന്ന് എഴുന്നേറ്റ് വന്നോ. മുമ്പിലുള്ള സ്ഥലങ്ങൾ എഴുന്നേറ്റ് പൂർത്തിയാക്കി. അടുത്തിരിക്കുന്നതിന്റെ പേരില് ധാരാളം ഗുണങ്ങളുണ്ട്. देखो इधर बहुत जगह है, സ്ഥലങ്ങളുണ്ട്. ये जरा सामान भी हटा दो। ഇവിടെ കുറെ जो आदमी मजलिस में किसी ईमान वाले भाई के लिए जगह बनाता है, जन्नत में अल्लाह उसको जगह देते हैं। ഹദീസ് വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മൂമിനായ സഹോദരന് വേണ്ടി മജ്ലിസിൽ സ്ഥലമുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ സ്ഥലം നൽകുന്നതാണ്. बोलो जन्नत में जगह बनाएंगे, നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ സ്ഥലം ഉണ്ടാക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. दूसरा जगह बनाओ दूसरे भाइयों के लिए। അത് കുറച്ച് മുന്നോട്ടേക്ക് വരുന്നില്ല. ബാക്കി നമ്മുടെ പുറത്ത്, പള്ളിയുടെ പുറത്ത്, ഈ ഹാളിന് പുറത്ത് കുറെ പേര് നിൽക്കുകയാണ്. ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ठीक है। अब बाद में आने वालों को इधर ले लो, ये पैसे ले लो। तो अल्लाह ने वो सब कुछ बनाया है जो ये आंखें देख सकती हैं, और बहुत कुछ बनाया है जो ये आंखें देख नहीं सकती। അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ട് കാണുന്ന പല കാര്യങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വ്യക്തമായി കണ്ണുകൾ കൊണ്ട് കാണാത്ത ധാരാളം സൃഷ്ടികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. इंसान का विजन लिमिटेड है, മനുഷ്യന്റെ കാഴ്ച അതിന് അതിരുകളുണ്ട്. आगे का देख सकता है, पीछे का नहीं देख सकता, മുന്നിലുള്ളത് കാണാൻ സാധിക്കും, പിന്നിലുള്ളത് കാണാൻ സാധിക്കില്ല. साइड का भी पेरिफेरल विजन क्लियर नहीं होता, നമ്മുടെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അത് ക്ലിയർ ആയി കാണാൻ സാധിക്കില്ല വ്യക്തമായി. सामने का भी एक डिस्टेंस तक देख सकता है, उसके बाद का देख नहीं सकता, നമുക്ക് മുന്നിലുള്ളത് ഒരു സ്ഥലം വരെ കാണാൻ സാധിക്കും, അതിനപ്പുറത്ത് കാണാൻ സാധിക്കില്ല. उसके बाद का देखता है तो गलती करता है। പലപ്പോഴും അതിന് ദൂരെയുള്ളത് കാണുന്നത് അത് ചിലപ്പോൾ തെറ്റായി നമ്മൾ കാണും, गलत नजर आता है। തെറ്റായിട്ടാണ് നമുക്കത് കാണാം. रेल की पटरी पर जाकर खड़े हो जाओ, दूर जाकर दो पटरियां मिलती हुई नजर आती हैं, बोलो मिलती हैं? ഞാൻ നമ്മുടെ റെയിൽവേ ട്രാക്കിൽ നിന്നിട്ട് ഇതിന്റെ രണ്ട് ട്രാക്ക് നോക്കിയാൽ കുറെ ദൂരെ പോയി രണ്ട് ട്രാക്കുകളും കൂടി ചേർന്നായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കൂടി ചേരുന്നുണ്ടോ? मिलती हैं कि जाने जाने खुलती हैं। നമ്മളത് പിന്നെ മുന്നോട്ടേക്ക് നടന്നു പോയാൽ അത് ഒരുമിച്ച് കൂടി തോന്നിയ ട്രാക്ക് അത് തുറന്നായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. समंदर के पास जाकर खड़े हो जाओ तो आसमान पानी से मिलता हुआ नजर आता है, बोलो मिलता है? നമ്മുടെ സമുദ്ര തീരത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം കുറെ ദൂരെ അത് സമുദ്രത്തിലേക്ക് ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. पानी में से सूरज निकलता हुआ नजर आता है, വെള്ളത്തിൽ നിന്ന് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ये धोखा है आंखों का, ഇതെല്ലാം കണ്ണിന്റെ വഞ്ചനയാണ്. मिराज। മിറാജ് സാധാരണ പറയാറുണ്ട്, क्या बोलते हैं मिराज? മരീചിക. मिराज टोटल इंटरनल रिफ्लेक्शन की वजह से मिराज हो जाता है कि सहरा में, डेजर्ट में प्यासे आदमी को दूर पानी नजर आता है। മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സ്കൂൾ പഠിച്ചിട്ടുള്ളതൊക്കെ കുറെ ദൂരെ നോക്കുന്ന സമയത്ത് മരുഭൂമിയിലെ വെള്ളത്തിന്റെ കെട്ടുകൾ കാണുന്ന പോലെ തോന്നും, മരീചിക എന്ന് പറയുന്നത് സാധാരണ.
പക്ഷെ അവിടെ വെള്ളമൊന്നുമില്ല. അത് എന്തിന്റെ പേരിലാണ്? സൂര്യന്റെ പ്രകാശത്തിന്റെ റിഫ്ലക്ഷന്റെ പേരിലാണ്, പ്രതിബിംബത്തിന്റെ പേരിലാണ്. ये प्यासा रेगिस्तान में समझता है पानी वहां पर है, दौड़ता हुआ जाता है तो पानी भी दौड़ता है, ഈ മനുഷ്യൻ स्पीड से पानी भी दूर होता चला जाता है। यहाँ तक के किताबों में लिखा हुआ है ये प्यासा दौड़ता 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 पानी की तलाश में इसकी जिंदगी तो खत्म हो जाती है लेकिन उसको पानी नहीं मिलता। അതുകൊണ്ട് ഈ മരുഭൂമിയിൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ദാഹിച്ചു വലഞ്ഞ് ഈ വെള്ളത്തിന് വേണ്ടി ഓടും. മരീചിക കണ്ടിട്ട് വെള്ളം കെട്ടുന്ന പോലെ തോന്നും. അവിടെ എത്തുന്ന സമയത്ത് കാണാം ആ മരീചിക അവിടെയില്ല, ദൂരെയാണുള്ളത്. വീണ്ടും ഓടും, വീണ്ടും ഓടും. അതുകൊണ്ട് കിതാബിൽ വരുന്ന ഇങ്ങനെ മനുഷ്യൻ ഓടി 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 അവന്റെ ജീവിതം അവസാനിക്കും. പക്ഷെ അവന് വെള്ളം കിട്ടില്ല. കാരണം അതെല്ലാം കണ്ണിന്റെ വഞ്ചനയാണ്. फिर भी इंसान को अपने देखे हुए पर बड़ा यकीन होता है। എന്നിട്ടും മനുഷ്യനെ കണ്ടുകൊണ്ട് കാണുന്ന വസ്തുക്കളിൽ ദൃഢമായ വിശ്വാസമാണ്. बोलो ये दुनिया गोल है क्या फ्लैट है? ഈ ഭൂമി അത് ഉരുണ്ടിട്ടാണോ അല്ല പരന്നിട്ടാണോ? बोलो भाई, പറയും. മനസ്സിലായി ചോദിച്ചത്? ഭൂമിയുടെ ഷേപ്പ് എന്താണ്? ഉരുണ്ടിട്ടാണോ ഗോളാണോ അതല്ല പരന്നിട്ടാണോ? फ्लैट है कि गोल है? ശരിക്കില്ലേ? गोल है, स्फेरिकल है, സ്ഫെറിക്കലാണ്, ഗോളാണ്. लेकिन हम लोगों को फ्लैट नजर आ रही है। പക്ഷെ കണ്ണോട് കാണുന്നത് പരന്നിട്ടാണ്. तो धोखा है। ഇതൊരു കണ്ണിന്റെ വഞ്ചനയാണ്. अल्लाह ने बड़ी बड़ी मखलूक बनाई है, इसको आंखें देख नहीं सकती। അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ ജീവികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ണോട് കാണാൻ സാധിക്കില്ല. इसीलिए अल्लाह ने टेलीस्कोप बना दिया। അതുകൊണ്ട് നമ്മുടെ ടെലിസ്കോപ്പ് നമുക്കറിയാം. ये टेलीस्कोप के जरिए से तुम देखो मैंने क्या क्या बना के रखा है दुनिया में। ടെലിസ്കോപ്പ് വഴിയായി നമുക്ക് ദൂരെ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് കാണാം അല്ലാഹു എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ടെലിസ്കോപ്പ് വഴിയായി. सूरह मुल्क में अल्लाह ताला कहते हैं हमने आसमान को सितारों से सजाया है। അല്ലാഹു സുബ്ഹാനഹു വ സൂറത്തുൽ മുൽക്കിൽ പറയാണ് അല്ലാഹു തആല ആകാശങ്ങളെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. और जो 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 सितारे नजर आते हैं वो खरीद के हैं इसलिए नजर आ जाते हैं, वरना लाखों करोड़ों सितारे ऐसे हैं जो बहुत दूर हैं, इंसान की आंखों से नहीं देख सकते। സാധാരണ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങള് അത് വളരെ അടുത്തതായിട്ട് കാണുകയാണ്. എത്രയോ കോടിക്കണക്കിന് ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. टेलीस्कोप से देखना पड़ेगा। അത് ടെലിസ്കോപ്പ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. वो क्या होता है? प्लैनेटेरियम। പ്ലാനറ്റേറിയം നമുക്കറിയാം. वहां जाना पड़ेगा, बड़े बड़े टेलीस्कोप्स हैं कि इससे अल्लाह की कुदरत को देखो। അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ടെലിസ്കോപ്പുകൾ കൊണ്ട് അല്ലാഹുവിന്റെ കുദറത്തുകളെ കാണാൻ സാധിക്കും. इससे अल्लाह की क्रिएशन को देखो। ഇതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളെ നോക്കണം. इसीलिए अल्लाह ने दिया है। ഇതിനാണ് തന്നിരിക്കുന്നത്. हमारी जमात ऑस्ट्रेलिया गई थी, वहां एक एस्ट्रोफिजिसिस्ट से हमारी मुलाकात हुई। ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ജമാഅത്ത് പോയി അവിടെ ഒരു ആസ്ട്രോഫിസിസ്റ്റിനെ കാണാൻ ഇടയായി. तो बातचीत हो रही थी खुसूसी मुलाकात में, तो उन्होंने कहा एस्ट्रोफिजिसिस्ट जानते हैं? ആസ്ട്രോഫിസിസ്റ്റ് എന്താ പറയാ? स्पेस रिसर्च ऑर्गेनाइजेशन में वो काम करते थे। സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. तो वो कहने लगे the universe is expanding and expanding and expanding. ആ മനുഷ്യൻ ഞങ്ങൾ ഖുസൂസി മുലാഖാത്തിൽ പോയതാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്. യൂണിവേഴ്സ് ഇങ്ങനെ എന്താണ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और उन्होंने कहा recently 200 billion galaxies have been discovered. അദ്ദേഹം പറയുകയുണ്ട് ഏകദേശം 200 ബില്യൺ ഗാലക്സികൾ, നമുക്കറിയാം ഗാലക്സി എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കൂട്ടങ്ങൾ, ഈ ഗാലക്സികൾ ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. Recently 200 billion. അടുത്തായിട്ട് 200 ബില്യൺ ഗാലക്സികൾ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടു. 1 billion is 100 crores. ഒരു ബില്യൺ 100 കോടി. 200 into 100 crores. 200 into 100 കോടി. അത്രയും ഗാലക്സികൾ, നക്ഷത്രങ്ങളല്ല ഗാലക്സികൾ. उस वक्त जब हमारी मुलाकात उनसे हुई थी, that was in the year 2004. ഞങ്ങൾ 2004 അദ്ദേഹത്തെ കണ്ടത്. उस वक्त इंडिया का पॉपुलेशन 1 बिलियन था. ആ സമയത്ത് ഇന്ത്യയുടെ ജനസംഖ്യ 1 ബില്യൺ ആണ്. मैं फौरन कैलकुलेट करने लगा, अल्लाह के पास इतनी तो प्रॉपर्टी अभी मौजूद है कि एक एक इंडियन को 1 बिलियन गैलेक्सी दे सकता है। अब ആ സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു, एक इंडियन को 200 गैलेक्सीज दे सकता है। भाई कैलकुलेट किया कितनी बड़ी प्रॉपर्टी है अल्लाह के पास। ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു അള്ളാഹുവിന്റെ പ്രോപ്പർട്ടി എത്ര വലുതാണ്. അന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ 1 ബില്യൺ ആണ്. അപ്പോൾ ഓരോ ഇന്ത്യക്കാരനും 200 കോടി നക്ഷത്രങ്ങൾ കൊടുക്കാൻ സാധിക്കും.
इतनी बड़ी प्रॉपर्टी है। ഇത്രയും വലിയ പ്രോപ്പർട്ടി അള്ളാഹുവിനുണ്ട്. अल्लाह की जमीन बहुत बड़ी है और अल्लाह का आसमान बहुत बड़ा है। അള്ളാഹുവിന്റെ ഭൂമി വളരെ വലുതാണ്, അള്ളാഹുവിന്റെ ആകാശം അതും വലുതാണ്. नील आर्मस्ट्रांग जब चांद पर गए और वापस आए तो दुनिया वालों ने उनका इंटरव्यू लिया और उस इंटरव्यू में ये पूछा, हाउ डिड द ग्लोब लुक लाइक फॉर यू फ्रॉम द मून? നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നു. ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂയുടെ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ചന്ദ്രനിൽ എത്തിയ സമയത്ത് നിങ്ങൾ ഭൂമി എങ്ങനെയാണ് കണ്ടത്? तो उसने कहा था, it looked like a ball of fire. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് ഒരു തീഗോളമായിട്ടാണ് എനിക്ക് തോന്നിയത്. बॉल ऑफ फायर, ബോൾ ഓഫ് ഫയർ, തീഗോളം. और उस बॉल ऑफ फायर में हमारा इंडिया, ആ ഒരു തീഗോളത്തിനകത്ത് നമ്മുടെ ഇന്ത്യ, और उस इंडिया में हमारा केरला, ആ ഇന്ത്യക്കകത്ത് നമ്മുടെ കേരളം, उस केरला में एड़तला, ആ കേരളത്തിൽ നമ്മുടെ ഇടത്തല, वो एड़तला में ये मदरसा, ആ ഇടത്തലയിൽ ഈ മദ്രസ, वो मदरसे में ये हॉल, ആ മദ്രസയിൽ ഈ ഹാള്, और वो हॉल में मैं, ആ ഹാളിൽ ഞാൻ, उसमें मेरा दिल, അതിനകത്ത് എന്റെ ഹൃദയം, उसमें मेरी तमन्ना, അതിനകത്ത് എന്റെ ആഗ്രഹം, उसको भी मेरा अल्लाह जानता है। അതും അള്ളാഹു അറിയുന്നുണ്ട്. ऐसी जबरदस्त इंफॉर्मेशन रखने वाला रब, അത്രയും വലിയ ഇൻഫർമേഷൻസ് വെക്കുന്ന ആളാണ്, കാര്യങ്ങൾ അറിയുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. अलीमुन खबीर, नॉलेज भी है, इंफॉर्मेशन भी है। അലീമുൻ ഖബീർ, അല്ലാഹുവിനെ കാര്യങ്ങൾ അറിയാം, അതിനെക്കുറിച്ചുള്ള വിവരവും അല്ലാഹു തആലനുണ്ട്. अरे छोटी चूंटी के पास जो इंफॉर्मेशन टेक्नोलॉजी है, वो इंफॉर्मेशन टेक्नोलॉजी हम इंसानों के पास नहीं है। ചെറിയ ഉറുമ്പുകൾക്കുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അത് ഇന്ന് മനുഷ്യരുടെ കയ്യിലില്ല. അത്രയും ഇൻഫർമേഷൻ ഇല്ല, അത്രയും ടെക്നോളജി മനുഷ്യരുടെ കയ്യിലില്ല, സാങ്കേതിക വിദ്യയില്ല. थोड़ी सी शक्कर यूं डाल दो तो चूंटियां आती हैं, നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ കിട്ടാൻ അവിടെ നിന്ന് വരും, ഉറുമ്പുകൾ വരും. आती हैं कि नहीं आती हैं भाई? ഉറുമ്പ് വരുമല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ? कितनी चूंटियां आती हैं? എത്ര ഉറുമ്പുകൾ വരും? എത്ര വരും ഉറുമ്പുകൾ? 1000, 1000, 2000, 500, कितनी आती हैं? എത്ര വരും? और कैसे आती हैं? എവിടുന്നാ വരുന്നത്? डिसिप्लिन के साथ लाइन में आती हैं। വളരെ ഡിസിപ്ലിൻ ആയിട്ട് അച്ചടക്കത്തോടുകൂടി ലൈനായിട്ടാണ് വരുന്നത്. ऐसा डिसिप्लिन है उसके अंदर, इंफॉर्मेशन भी है, डिसिप्लिन भी है। അതിന് അറിവുണ്ട്, വിവരമുണ്ട്, അതേപോലെ വളരെ അച്ചടക്കമുണ്ട്. അതിന് हमारे पास इंफॉर्मेशन भी लिमिटेड है, डिसिप्लिन तो है ही नहीं। നമ്മുടെ ഇൻഫർമേഷൻ അത് വളരെ കുറവാണ്, അച്ചടക്കം അത് പിന്നെ തീരെ ഇല്ല എന്ന് പറയാം. लाइन से आती हैं, ആ ഇരുമ്പുകൾ ലൈനായിട്ടാണ് വരുന്നത്, एक के पीछे एक आती हैं। ഒന്നിന് പുറകെ ഒന്നായിട്ട്. एक भी चुनती को टेंशन नहीं है कि शुगर मिलेगा कि नहीं मिलेगा। ഒരു ഇരുമ്പിന് പോലും ടെൻഷൻ ഇല്ല, എനിക്ക് പഞ്ചസാര കിട്ടുമോ ഇല്ലയോ എന്ന്. अल्लाह क्या कह रहा था मैं? देखो, एक तो डिसिप्लिन, ऐसा लाइन से आते हैं, അച്ചടക്കത്തോടെ വരികയാണ്. उसको टेंशन नहीं है कि शुगर मिलेगा कि नहीं मिलेगा, ടെൻഷൻ ഇല്ല, ഒരു പിന്നെ പഞ്ചസാര കിട്ടുമോ ഇല്ല എന്നല്ല. बल्कि वो दूसरे को भी बोलते हैं, और भी बैठो, और भी बैठो। അത് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ പറയുന്നുണ്ടാകും, വലിയ ആൾക്കാർ കൂട്ടിയിട്ട് വലിയ ആൾക്കാർ കൂട്ടിയിട്ട് എന്ന് പറയുന്നുണ്ടാവും. ഇപ്പൊ ഇതിനുള്ള പേടിയുമില്ല, टेंशन नहीं, ടെൻഷനില്ല. डिसिप्लिन है, टेंशन नहीं है, इंफॉर्मेशन है। ഇൻഫർമേഷൻ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, ടെൻഷൻ ഇല്ല. हमारे यहाँ बेंगलोर में एक मर्तबा रोजेदारों को जो मस्जिद में रहते हैं समोसा बांटने के लिए एक आदमी एक टोकरा समोसा लेके आया। ഇന്നലെ ബാംഗ്ലൂർ പ്രാവശ്യം നോമ്പ് തുറയുന്ന സമയത്ത് ഒരാൾ ഒരു കൊട്ട സമൂസയായിട്ട് വന്ന് കൊടുക്കാൻ വേണ്ടി, നോമ്പുകാർക്ക് കൊടുക്കാൻ. अब ये सब रोजेदार इंतजार में है, रोजा खोलने के रोजेदार हैं, इंतजार में है। जैसे ही वो गेट में दाखिल हुआ, ये सब दौड़े उसकी तरफ। ഇവരെല്ലാം നോമ്പുകാരാണ്, വിശന്നിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഈ കൊട്ട സമൂസയായിട്ട് ഗേറ്റിനകത്തേക്ക് വന്നു. ഇവരെല്ലാരും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് ऐसा दौड़ के उसके ऊपर गिरे कि वो गिरा, അപ്പൊ टोकरा भी गिरा,
समोसा टूटा, उसका जुब्बा फट गया, वो तौबा करता हुआ चला गया कि आइंदा से इन रोजेदारों को मैं कभी जिंदगी में समोसे नहीं बांटूंगा। ഈ മനുഷ്യനെ ഒട്ടേക്ക് കേറിയ സമയത്ത് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് അടുത്ത് ഇയാളുടെ മേലെ വീട്, സമൂസയുടെ കൊട്ട താഴെ വീണ്, സമൂസയൊക്കെ പൊടിഞ്ഞു പോയി, ഇയാളുടെ ചുബയൊക്കെ കീറി. ഈ മനുഷ്യൻ അന്ന് നീയത്ത് ചെയ്തിട്ട് പോയി ഈ മനുഷ്യന്മാർക്ക്, ഈ നോമ്പുകാർക്ക് ഒരിക്കൽ ഞാൻ സമൂസ കൊടുക്കാൻ വേണ്ടി വരും. നിങ്ങൾ പറയും ആ പഞ്ചസാര ഇട്ട സമയത്ത് വന്ന എറുമ്പുകള് അതിന്റെ അച്ചടക്കമാണോ വലുത്, അല്ല ഈ മനുഷ്യരുടെ അച്ചടക്കമാണോ വലുത്? ऐसा इंफॉर्मेशन है, वो सबको इन्फॉर्म कर देते हैं। हालांकि कोई व्हाट्सएप नहीं है, कोई इंस्टाग्राम नहीं है, कोई फेसबुक नहीं है, लेकिन इन्फॉर्मेशन। പക്ഷെ ഈ ഉറുമ്പുകളുടെ കയ്യിൽ വാട്സാപ്പും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഒന്നുമില്ല, പക്ഷെ ഫേസ്ബുക്കും ഇല്ല, പക്ഷെ എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ എത്തിച്ചു കഴിഞ്ഞു. तो चूंटी के अंदर इंफॉर्मेशन गैदर करने की और इंफॉर्मेशन कम्युनिकेट करने की इतनी ताकत है, तो उस चूंटी को पैदा करने वाले अल्लाह के अंदर कितनी ताकत है? സഹോദരന്മാരെ, ഈ എറുമ്പുകൾ, ചെറിയ എറുമ്പുകൾ, അതിന് ഇൻഫർമേഷൻ, വിവരങ്ങൾ കൈമാറാനും അതേപോലെ അത് ഉൾക്കൊള്ളാനും ഇത്ര വലിയ ശക്തിയും താക്കത്തും ഉണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ച അല്ലാഹുവിനുള്ള ശക്തി താക്കത്ത് എത്ര വലുതായി. तो मेरे दोस्तों बुजुर्गों, हमारा पहला सब्जेक्ट और पहला काम है लुक एट द क्रिएशन, रिकॉग्नाइज द क्रिएटर। അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ജോലി എന്താണ്? നമ്മൾ സൃഷ്ടിയിലേക്ക് നോക്കും, എന്നിട്ട് സൃഷ്ടാവിനെ മനസ്സിലാക്കും. ये पहला काम है, നമ്മുടെ ഒന്നാമത്തെ ജോലിയാണ്. ये हमारा पहला सब्जेक्ट है। നമ്മുടെ ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ്, വിഷയമാണ്. इसको ला इलाहा इल्लल्लाह कहते हैं। ഇതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. कि अपने क्रिएटर को पहचानो। അതായത് നിങ്ങളുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കി. सबसे बड़ा इलिटरेट वो है जो अपने क्रिएटर को नहीं पहचानता। ഏറ്റവും വലിയ അറിവില്ലാത്തവൻ ആരാണ്? സൃഷ്ടാവിനെ മനസ്സിലാക്കാത്തവൻ. और सबसे बड़ा लिटरेट वो है जो अपने क्रिएटर को पहचान लेता है। ഏറ്റവും വലിയ വിവരമുള്ളവൻ അവൻ സൃഷ്ടാവിനെ മനസ്സിലാക്കിയവനാണ്. ये हमारा पहला सब्जेक्ट है। നമ്മുടെ ഒന്നാമത്തെ വിഷയമാണ്. Look at the creator, look at the creation, recognize the creator. അതായത് സൃഷ്ടികളിലേക്ക് നോക്കി സൃഷ്ടാവിനെ മനസ്സിലാക്കുക. इसलिए कि अल्लाह को ये आंखें देख नहीं सकती। അല്ലാഹു തആലയെ നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ये आंखें कोरोना वायरस को नहीं देख सकती, अल्लाह को कैसे देख सकती? ഈ കണ്ണുകൊണ്ട് കൊറോണ വൈറസ് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഈ കണ്ണുകൊണ്ട് എങ്ങനെ അല്ലാഹുവിനെ കാണാൻ സാധിക്കും? इसमें ताकत नहीं है, അതിനുള്ള ശക്തി കണ്ണിനില്ല. लिमिटेड विजन है। അതിന് ഒരു ലിമിറ്റഡ് ഒരു വിഷൻ മാത്രമേ ഉള്ളൂ, കാഴ്ചശക്തിയുള്ളൂ. मूसा अलैहिस्सलाम ने अल्लाह से बातें की। മൂസ അലൈഹിസ്സലാം അല്ലാഹുവുമായി സംസാരിച്ചു. बातें करते करते अल्लाह से ऐसी मोहब्बत पैदा हो गई, अल्लाह को देखने का शौक पैदा हो गया। സംസാരിച്ച് മൂസ അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നു, എന്താണ്, എനിക്ക് അല്ലാഹുവിനെ കാണണം. आज के नौजवान भी यही कहते हैं ना, पहले चैटिंग करते हैं। മനസ്സിലായില്ലേ? എന്ത് ചെറുപ്പക്കാരൻ ചെയ്യുന്നത്? ആദ്യം എന്താ ചെയ്യുക? ചാറ്റാണ് ചെയ്യുക. पहले चैटिंग, फिर डेटिंग, फिर चीटिंग। ആദ്യം ചാറ്റിംഗ്, പിന്നെ ഡേറ്റിംഗ്, പിന്നെ ചീറ്റിംഗ്. ऐसी लड़की प्रश्न करे तो मुंह में बदबू आए। എങ്ങനത്തെ പെൺകുട്ടിയാണ്? ഒരു ദിവസം പല്ല് വെച്ചില്ലെങ്കിൽ നാറ്റം വരും. हाथ उठाए तो खुशबू आए। കൈ പൊസിച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് എന്താണ്? നാറ്റമാണ്. सारी गंदगियों से भरी पड़ी है। എല്ലാം മുഴുവൻ എന്താണ്? നമുക്കറിയാം, അത് നാറ്റുള്ള വൃത്തികേടായ സാധനങ്ങൾ കൊണ്ടാണുള്ളത്. अल्लाह ने स्किन को कवर कर दिया। അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു തുണി കൊണ്ട് അതിനെ മറച്ചു. मुंह में कोई चीज डाल ले, थोड़ा अंदर चला जाए, फिर वापस आ जाए तो बदबूदार हो जाए। എന്തെങ്കിലും ഒരു സാധനം വായിലിട്ട് അത് അകത്തേക്ക് ചെന്നു, പിന്നെ അതെങ്ങാനും പുറത്തേക്ക് വന്നാൽ അതിനകത്ത് നാറ്റാണ് ഉണ്ടാകുക, വാസന. और तो पीछे से नहीं, सामने से आया तो പുറത്തേക്ക് വായിൽ കൂടി വന്നാലും അതെന്താണ്? വലിയ നാറ്റായിരിക്കും. लेकिन अल्लाह ने उसको एक स्किन का खूबसूरत कवर दे दिया, तो उसको देखने के लिए दिल बेचैन हो जाता है। പക്ഷെ അതിനെ ഒരു നല്ല സുന്ദരമായ ഒരു രൂപം തൊലി കൊണ്ട് നൽകിയപ്പോൾ അതിനെ കാണാൻ വേണ്ടി വലിയൊരു ആഗ്രഹം. जिसने सौंदर्य को बनाया हो वो कैसा सुंदर होगा? ഈ സുന്ദരന്മാർ, ഈ സുന്ദരികളൊക്കെ ഉണ്ടാക്കിയ അല്ലാഹു അവൻ എത്ര സുന്ദരനായിരിക്കും. सबसे ज्यादा खूबसूरत अल्लाह की जात है। ഏറ്റവും വലിയ സൗന്ദര്യം അത് അല്ലാഹുവിന്റെ ദാത്തിനാണ്. The one who has created beauty is the most beautiful.
സൗന്ദര്യത്തെ സൃഷ്ടിച്ച അള്ളാഹുവാണ് ഏറ്റവും സൗന്ദര്യമുള്ളവൻ. उसे देखने का कैसा मजा होगा। ആ അള്ളാഹിനെ കാണാൻ എന്ത് രസമായിരിക്കും. जन्नत में जाने के बाद अल्लाह ताला अपना दीदार कराएंगे। സ്വർഗത്തിൽ ചെന്നതിന് ശേഷം അള്ളാഹു നമ്മുടെ മുമ്പിൽ വെളിപ്പെടും, നമുക്ക് അള്ളാഹിനെ കാണാൻ സാധിക്കും. जन्नत में अल्लाह वो आंखें देंगे जो अल्लाह को देख सकती हैं। സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കണ്ണുകൾ നൽകും. ആ കണ്ണുകൾ കാരണമായി നമുക്ക് അള്ളാഹിനെ കാണാൻ സാധിക്കും. उस आईज में वो कैपेसिटी होगी जो अल्लाह को विजुअलाइज कर सकते हैं। ആ കണ്ണുകൾക്കകത്ത് അള്ളാഹിനെ കാണാനുള്ള ശക്തി ഉണ്ടാകും. दुनिया के आईज में वो नहीं है। ഭൂമിയിലെ കണ്ണുകൾക്ക് അതിനുള്ള ശക്തിയില്ല, കപ്പാസിറ്റി ഇല്ല. अल्लाह को देखने के बाद ऐसा मजा आएगा, ऐसा मजा आएगा, ऐसा मजा आएगा। हदीस में है अल्लाह को देखने के बाद जो मजा आएगा उसके बाद जन्नत की सारी नियामतें फीकी पड़ जाएंगी, जैसे मीठा खाने के बाद चाय फीकी पड़ जाती है। ആ അള്ളാഹിനെ കണ്ടതിന് ശേഷം ഹദീസിൽ വരുന്നു, ആ അള്ളാഹിന്റെ കാഴ്ച അവൻ ആസ്വദിക്കും. അവസാനം സ്വർഗത്തിൽ എത്രയോ വലിയ വേറെ ആസ്വാദനങ്ങളുണ്ട്, അതിലൊന്നും അവൻ ആസ്വാദനം തോന്നുകയില്ല. ഏതുപോലെ നല്ല മധുരമുള്ള എന്തെങ്കിലും മിഠായി കഴിച്ചതിന് ശേഷം മധുരമുള്ള ചായ നമുക്ക് മധുരമില്ലാത്ത അനുഭവപ്പെടുന്ന പോലെ അതിലൊന്നും പിന്നെ അവന് താല്പര്യം ഉണ്ടാവില്ല അള്ളാഹിനെ കണ്ടതിന് ശേഷം. പിന്നെയും ആഗ്രഹം എപ്പോഴും എനിക്ക് അള്ളാഹിനെ കാണാൻ സാധിക്കുക. आम जन्नती को 8 दिन में एक मर्तबा, once in a week अल्लाह अपना दीदार नसीब फरमाएंगे। खास जन्नतियों को दिन में 5 मर्तबा अल्लाह अपना दीदार नसीब फरमाएंगे। സ്വർഗത്തിലെ സാധാരണ സ്വർഗത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അള്ളാഹിനെ കാണാൻ സാധിക്കും. പക്ഷെ സ്വർഗത്തിലുള്ള പ്രത്യേകമായ ആൾക്കാർക്ക് ദിവസേന 5 പ്രാവശ്യം അള്ളാഹിനെ കാണാൻ സാധിക്കും. बोलो आम जन्नती बनेंगे, खास जन्नती बनेंगे। നമ്മൾ സാധാരണ സ്വർഗവാസിയാവോ അല്ല അള്ളാഹുവിന്റെ പ്രത്യേക ദർജയുള്ള സ്വർഗവാസിയാവോ? बोलो भाई, പറയും ഖാസ് ജന്നത്തിലെ जस्ट पास को जॉब मिलता नहीं। ജസ്റ്റ് പാസ്സായാലേ എന്താവില്ല, ജോലി കിട്ടൂല. जस्ट पास नो जॉब। ജസ്റ്റ് പാസ്സായി ചിലപ്പോൾ ജോലി കിട്ടൂല. डिस्टिंक्शन लेना चाहिए। ഡിസ്റ്റിങ്ഷൻ നേടിയെടുക്കണം. एक मार्क का एंट्रेंस एग्जाम में डिफरेंस आ गया तो 1000 रैंक का डिफरेंस आ गया। എൻട്രൻസ് എക്സാമിൽ 1 മാർക്കിന് ഡിഫറൻസ് ആണ് ഉണ്ടാവുക, പക്ഷെ റാങ്കിൽ 1000കണക്കിന് റാങ്കിൽ അവൻ ബാക്കിലായി പോകും. एक छोटी सी गलती की वजह से मेडिकल सीट जो मिलने वाली थी नहीं मिल रही है। ഒരു ചെറിയ മിസ്റ്റേക്ക് ആൻസർ പേപ്പറിൽ ആക്കിയതിന്റെ പേരിൽ ഏത് മെഡിക്കൽ സീറ്റ് ആണോ എനിക്ക് കിട്ടേണ്ടിയിരുന്നത് അതെനിക്ക് കിട്ടിയില്ല. इतना अफसोस करता है आदमी, I knew this answer यार, somehow I committed a mistake. What a silly mistake. होता है कि 1 मार्क से मेरा एक सीट मिस हो गया, बल्कि बाज़ मर्तबा 1 रैंक से एक सीट मिस हो जाता है। क़यामत के दिन ऐसे ही आदमी पछताएगा, एक नेकी कम होने की वजह से मैं जहन्नम में चला गया। സഹോദരന്മാരെ, സാധാരണ എൻട്രൻസ് എക്സാം റിസൾട്ട് വന്നതിന് ശേഷം അവൻ പറയും എനിക്ക് ആൻസർ അറിയായിരുന്നു, ഒരു ആൻസർ എനിക്ക് തെറ്റിപ്പോയി, 1 മാർക്ക് എനിക്ക് കുറഞ്ഞു പോയി, അതുകൊണ്ട് അതിന്റെ പേരിൽ എന്ത് പറ്റി, എനിക്ക് എന്റെ സീറ്റ് പോയി, അല്ലെങ്കിൽ 1 റാങ്ക് എനിക്ക് താഴെ ആയിപ്പോയി, അതിന്റെ പേരിൽ എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എത്ര ചെറിയ മിസ്റ്റേക്ക് ആണ്, എനിക്ക് അറിയാവുന്നതാണ്, എനിക്ക് പറ്റിപ്പോയി, അതിന്റെ പേരിൽ കിട്ടിയില്ല എന്ന് റിസൾട്ട് വന്നതിന് ശേഷം മനുഷ്യൻ പശ്ചാത്താപിക്കുന്ന പോലെ നാളെ ആഖിറത്തിൽ ചെന്നതിന് ശേഷം നമ്മുടെ നന്മകൾ തന്മകൾ തൂക്കുന്ന സമയത്ത് 1 തിന്മ അധികമായി പോയി, ആ 1 തിന്മ അധികമായതിന്റെ പേരിൽ എനിക്ക് നരകത്തിലേക്ക് പോകേണ്ടി വന്ന് എത്ര വലിയ ദുഃഖവും നഷ്ടബോധവുമായിരിക്കും ആ മനുഷ്യൻ ആ സമയത്ത് ഉണ്ടാകുന്നത്. एग्जामिनेशन हॉल के बाहर आने के बाद एग्जाम का आंसर याद आया तो क्या नहीं फायदा। എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തു വന്നിട്ട് മനുഷ്യന് ഉത്തരം ഓർമ്മ വന്നാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. तो मेरे दोस्तों और बुजुर्गों, अल्लाह को पहचानना, आखिरत में कामयाब होना, ये रेक्टिफिकेशन ऑफ पर्पस ऑफ लाइफ है। അല്ലാഹുവിനെ തിരിച്ചറിയാം, ആഖിറത്തെ ലക്ഷ്യമാക്കി ജീവിക്കാം, ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ശരിയാക്കുക എന്ന് പറയുന്നത്. दुनिया में जो कुछ करेंगे आखिरत बनाने के लिए करेंगे। ദുനിയാവിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അത് ആഖിറത്തിന് വേണ്ടിയായിരിക്കണം ചെയ്യുന്നത്. नमाज आखिरत बनाने के लिए करेंगे, നമസ്കരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്, सच आखिरत बनाने के लिए करेंगे, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്, सच बोलना आखिरत बनाने के लिए, സത്യം പറയുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. बल्कि जो पढ़ रहे हैं ना वो पढ़ाई भी सिर्फ दुनिया बनाने के लिए नहीं, आखिरत बनाने के लिए। നിങ്ങൾ പഠിക്കുന്ന പഠിത്തമുണ്ടല്ലോ, അതും ദുനിയാവിന് വേണ്ടിയല്ല, അതും ആഖിറത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത്. हमारे सब्जेक्ट्स
हमको खुदा की कुदरत समझा सकती है। നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് വിഷയങ്ങൾ അത് നമുക്ക് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരും. साइंस के जरिए से आदमी अल्लाह की कुदरत को समझ सकता है। നമ്മൾ ഇന്ന് പഠിക്കുന്ന സയൻസ് സബ്ജക്ട് ശാസ്ത്ര സബ്ജക്റ്റുകൾ വഴിയായി നമുക്ക് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. हिस्ट्री के जरिए से आदमी अल्लाह की कुदरत समझ सकता है। ഹിസ്റ്ററി പഠിക്കുന്ന വഴിയായിട്ട് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. नहीं समझ सकता। फकीर को बादशाह बना दिया, बादशाह को फकीर बना दिया, यही तो है हिस्ट्री में। ഹിസ്റ്ററിയിൽ എന്താണ് കാണുന്നത്? ഒരു ഭിക്ഷക്കാരനെ അല്ലെങ്കിൽ ദാരിദ്ര്യവാസിയെ രാജാവാക്കി, രാജാവിനെ ദരിദ്രവാസിയാക്കി. ഇതെന്താണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്? ज्योग्राफी से आदमी अल्लाह की कुदरत को समझ सकता है। ज्योग्राफी वഴിയായി നമ്മൾ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. हमारा पढ़ना सिर्फ जॉब के लिए नहीं है। നമ്മുടെ പഠനം വെറും ജോലിക്ക് വേണ്ടിയല്ല. हमारा जॉब सिर्फ पैसों के लिए नहीं है। നമ്മുടെ ജോലി അത് വെറും പൈസ ഉണ്ടാക്കാൻ और വേണ്ടിയല്ല. हमारे पैसे सिर्फ खा पी कर मर जाने के लिए नहीं है। നമ്മൾ ഉണ്ടാക്കുന്ന പൈസ തിന്ന് ഭക്ഷിച്ച് ഉറങ്ങി മരിക്കാൻ വേണ്ടിയല്ല. हमारा पढ़ना अल्लाह की कुदरत को समझने के लिए है। നമ്മുടെ പഠിത്തം അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. हमारा जॉब इंसानियत को नफा पहुंचाने के लिए है। നമ്മുടെ ജോലി മനുഷ്യ സമൂഹത്തിന് നന്മ എത്തിക്കാൻ വേണ്ടിയാണ്. हमारे पैसे अपनी जरूरतों को कम और दूसरों की जरूरतों को ज्यादा पूरा करने के लिए। നമുക്ക് കിട്ടുന്ന പൈസ അത് നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കുറച്ച് ചെലവഴിച്ച് ബാക്കിയുള്ള ആവശ്യങ്ങളുടെ മേൽ കൂടുതൽ ചെലവഴിക്കാൻ വേണ്ടിയാണ്. तो ये हमारा पर्पस ऑफ लाइफ है। ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. और वे ऑफ लाइफ क्या है? ജീവിതത്തിന്റെ വഴി എന്താണ്? മാർഗം എന്താണ്? पर्पस ऑफ लाइफ ला इलाहा इल्लल्लाह, वे ऑफ लाइफ मुहम्मदुर रसूलुल्लाह। നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ജീവിതത്തിന്റെ മാർഗം അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. नबी का तरीका, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച തരീഖ. दीन इज नॉट ए पार्ट ऑफ लाइफ, दीन इज ए वे ऑफ लाइफ। ദീൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, പക്ഷെ അത് മുഴുവൻ ജീവിതം തന്നെയാണ്. पूरी जिंदगी അത് മുഴുവൻ ജീവിതമാണ്. आप सल्लल्लाहु अलैहि वसल्लम के तरीके से आदमी टॉयलेट के अंदर दाखिल होता है। कैसे? सर ढांक लिया, पैर पे चप्पल पहन लिया, बाहर खड़े होकर अल्लाहुम्मा इन्नी आऊज़ु बिका मिनल खुब्सी वल खबाइस पढ़ करके दाखिल हुआ। जल्दी जल्दी अपनी जरूरत से फारिग होकर के वापस आया, गुफरानक व अल्हम्दुलिल्लाहिल्लज़ी अज़हबा अन्नी लज़ा वापनी पढ़ लिया। So one step inside the toilet will make you one step closer to Allah subhanahu wa ta'ala. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ദീൻ, അതിലുള്ള മാർഗ്ഗങ്ങൾ, ഉദാഹരണമായി ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന ദുആ ചൊല്ലി തല മറച്ചു, ചെരുപ്പ് ധരിച്ചു, എന്നിട്ട് ടോയ്ലറ്റിൽ പോയി ആവശ്യം പെട്ടെന്ന് പൂർത്തിയാക്കി തിരിച്ചു വന്നു. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി ലദാ വഅഫാനി. ഈ ദുആ പറയുമ്പോൾ ഈ ചെറിയ സമയം ഒരു സ്റ്റെപ്പ് വെക്കുന്ന രീതി ശ്രദ്ധിച്ചു. ഇത് നമ്മളെ ആഖിറത്തിൽ ഒരു സ്റ്റെപ്പ് സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നു. अल्लाह से करीब हो गए आप नबी के तरीके पर चलकर। അല്ലാഹുമായി അടുത്തു ആ മനുഷ്യൻ എന്നതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാലഞ്ച് ജീവിച്ചതിന്റെ പേരിൽ. अब आप ट्रांसलेट कैसा करते हैं मुझे नहीं मालूम, मैं बोलूंगा। नक्शे कदम नबी के हैं, जन्नत के रास्ते अल्लाह से मिलाते हैं सुन्नत के रास्ते। നക്ഷേ കദം നബി സേ ഹേ, അതായത് നമ്മളുടെ नक्शे कदम नबी के हैं, जन्नत के रास्ते अल्लाह से मिलाते हैं सुन्नत के रास्ते। അതായത് സ്വർഗ്ഗത്തിലേക്കുള്ള കാൽച്ചുവടുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി. जन्नत के रास्ते अल्लाह से मिलाते हैं सुन्नत के रास्ते। അതേപോലെ സുന്നത്ത് വഴിയായിട്ട് ഒരു മനുഷ്യന് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് എത്തും. സുന്നത്തായ അല്ലാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ അവന് अल्लाह के मुट्ठा साथ नबी के तरीके पर चले बगैर कोई अल्लाह से करीब हो नहीं सकता। अरे रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने शरीयत കൂടി അല്ലാതെ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അടുക്കാൻ സാധിക്കില്ല. ला इलाहा इल्लल्लाह deeper in the hearts, മുഹമ്മദുർ റസൂലുള്ളാഹ് stronger in the parts. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ ജീവിതത്തിന്റെ അവയവങ്ങളിൽ ശക്തമായി പ്രകടമാകും. ला इलाहा इल्लल्लाह root system, മുഹമ്മദുർ റസൂലുള്ളാഹ് root system. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വേരുകളാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് അത് അതിന്റെ മുകളിലുള്ള തടിയാണ്. ला इलाहा इल्लल्लाह जड़ है, मुहम्मदुर रसूलुल्लाह झाड़ है. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വേരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് അതിന്റെ മുകളിലുള്ള തടിയാണ്. जड़ दिखता नहीं, झाड़ छपता नहीं. ഒരു മനുഷ്യന്റെ വേരുകൾ അത്
അത് കാണിക്കാൻ സാധിക്കില്ല, തടിയെ ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കില്ല. तो इस कलमे वाली जिंदगी को सीखना है. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കലിമനുസരിച്ചുള്ള ജീവിതം നമ്മൾ ഓരോരുത്തരും പഠിക്കണം. बोलो सीखेंगे. നമ്മൾ പഠിക്കാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ്. इस कलमे वाली जिंदगी को सीखकर अपने अपने प्रोफेशंस में जाना है. ഈ കലിമനുസരിച്ചുള്ള ജീവിതം പഠിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രൊഫഷനിലേക്ക് പോകണം. और अपने अपने प्रोफेशन में इस कलिमे के रिप्रेजेंटेटिव बनना है. എന്നിട്ട് നമ്മുടെ ഏതൊരു പ്രൊഫഷനിലാണോ ആ പ്രൊഫഷനിൽ നമ്മൾ കലിമയുടെ റെപ്രസെന്റേറ്റീവ്സ് ആവണം, പ്രതിനിധികളാവണം. कलिमे की दावत है ये. ഇതാണ് കലിമയുടെ ദാവത്ത് എന്ന് പറയുന്നത്. कलिमे की प्रैक्टिकल दावत है. കലിമയുടെ പ്രായോഗികമായിട്ടുള്ള ദാവത്ത്. एक ब्रोशर में आपने एक कार के स्पेसिफिकेशंस और एडवर्टाइजमेंट एक ब्रोशर में लिख के सप्लाई कर दिया. നിങ്ങൾ ഒരു കാറിന്റെ സ്പെസിഫിക്കേഷൻസ് ഒരു ബ്രോഷറിനകത്ത് എഴുതി എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ ആൾക്കാരുടെ വിതരണം ചെയ്തു. और दूसरा तरीका, आपने एक वीडियो बनाया उस कार का और उसके स्पेसिफिकेशंस, उसका डिजाइन बना करके आपने YouTube पे डाल दिया. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു, കാറിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി സ്പെസിഫിക്കേഷനോട് കൂടി എന്നിട്ട് യൂട്യൂബിൽ ഇട്ടു. और एक तरीका है, आपने लोगों को बुला करके वो कार का टेस्ट ड्राइव दे दिया. മൂന്നാമത്തെ ഒരു വഴി, നിങ്ങൾ ഒരു അതേ കാറ് അത് വെച്ചു എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ വന്നോളൂ, ആർക്കാണോ താല്പര്യം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ. तो वो वीडियो देखने वाला भी, वो ब्रोशर पढ़ने वाला भी पहले क्या करेगा, खरीदने से पहले क्या करेगा, टेस्ट ड्राइव देखेगा. നമുക്കറിയാം, ആ വീഡിയോ നോക്കിയാലും ബ്രോഷർ നോക്കിയാലും അത് വാങ്ങുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. तो इसके लिए मेरे दोस्तों और बुजुर्गों, वो टेस्ट ड्राइव कि हम काबिल बने कि हम जिन लोगों के साथ रहते हैं जॉब्स में और ऑफिसेस में और कॉलेजेस में और रोडों में, वो हमको देख करके हमारे कलीमे को समझ सके. സഹോദരന്മാരെ, നമ്മൾ ആ ടെസ്റ്റ് ഡ്രൈവിന് തയ്യാറാകണം. അതെന്താണ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പഠിക്കുന്ന നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ എന്താണ് അവരുടെ മുമ്പിൽ മാതൃകകളാണ്, അതിന് നമ്മൾ തയ്യാറാകണം. तो इस कलमे वाली जिंदगी को सीखना, इस कलीमे की दावत देने को सीखना. അതുകൊണ്ട് ഈ കലിമയുടെ ജീവിതം പഠിക്കണം. ഈ കലിമയ്ക്കുള്ള ദാവത്ത് എങ്ങനെയാണ് ചെയ്യുന്നതും നമ്മൾ പഠിക്കണം. तो उसके लिए हमारे बड़े बहुत आसान तरतीब बनाए हैं. कोर्सेस कंप्लीट होने के बाद जॉब में जाने से पहले इसको सीखने के लिए 4 महीने लगा. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മുതിർന്നവര് വളരെ എളുപ്പത്തിൽ ഒരു വഴി പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു 4 മാസം അല്ലാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യും. बोलो भाई लगाएंगे. തയ്യാറാണ് ഇൻഷാഅല്ലാഹ്. कौन लगाएंगे? ആരൊക്കെ തയ്യാറുണ്ട്? മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. अल्लाह सबको कबूल फरमाए. അല്ലാഹു എല്ലാവരെയും കബൂൽ ചെയ്യും. इस साल फाइनल ईयर में कौन है जो 4 महीने लगाएंगे? जरा खड़े हो जाएं. ഈ വർഷം 2023 കോഴ്സ് പൂർത്തിയാക്കുന്ന ആൾക്കാർ, 4 മാസത്തേക്ക് കയറുന്ന ആൾക്കാർ, അവരെല്ലാവരും റെഡിയാക്കി ഇൻഷാഅല്ലാഹ്. ബിസ്മില്ലാഹ്. फाइनल ईयर 2023 കോഴ്സ് പൂർത്തിയാക്കുന്ന ആൾക്കാർ ഇൻഷാഅല്ലാഹ് റെഡിയാക്കി. ബിസ്മില്ലാഹ്. 2023 മാഷാഅല്ലാഹ്. और खड़े हो जाएं. नहीं, इनका हल्का लगा लो. इधर आ जाओ, आप लोग इधर आ जाओ. ഈ റൈറ്റ് കോർണറിലേക്ക് നമ്മുടെ आ जाओ, आ जाओ. अंदर चले जाओ. ബിലാൽ അടുത്തേക്ക് വരും ഇൻഷാഅല്ലാഹ്. इधर भाई इनके लिए जरा जगह दे दो. हो गई हमारी बात. सुनो भाई, जरा जल्दी हल्का बना लो इसको, और 2-3 बातें सुना करके छोड़ देंगे, फिर बड़ी मजलिस. भाई सुनो, listen brothers, final years and rest of the people, only 2 minutes I am going to talk. Ready to listen inshallah? No translation inshallah. Direct. Okay? Come quickly. Please sit down. Please sit down. No one will stand. Rest of the students, inshallah, make an intention that we will be attached to this work of tabligh, inshallah. Be connected, be protected. Be connected. Be connected with the effort of nubuwwat. Be connected with the effort of da'wah. You will be protected from all the tribulations and fitna of the nafs, of the shaitan and of the mahal.
शैतान से भी अल्लाह बचाएंगे, नफ्स की शरारतों से भी अल्लाह बचाएंगे, और माहौल, our surroundings, lot of fitna, test and tribulations, Allah will inshallah protect us. करेंगे daily some time to meet the Muslim brothers and invite them, half an hour, weekly inshallah in our mohalla gasht, daily, weekly, and markaz ijtama, monthly at least 24 hours, Saturday evening to Sunday evening, 24 घंटे जमात में खुलूस, yearly in vacations for students who are staying with their parents, full vacations in the path of Allah. For students who are staying in the hostels, half vacation in Jamaat, half vacation with their parents. All are ready? If you keep doing this much, at the end of the course, you will definitely go for 4 months. And after 4 months, so much of orientation will be available that inshallah in every job you go, you will be able to represent Allah subhanahu wa ta'ala and Rasulullah sallallahu alaihi wasallam in your way of life. All are ready inshallah? 5 times namaz compulsory. Unless and until a person is regular in his salat, till that time, shaitan will be afraid of him. The moment he becomes negligent about salat and namaz, namaskaram, that moment shaitan starts attacking him. It's like antivirus protecting the software. Once the antivirus gets outdated, then all types of viruses will start attacking the software and it will be made corrupted. Similarly, namaz का पाबंद जब तक रहता है शैतान डरता है. करेंगे इंशाल्लाह. So now this was a small talk. Our elders who have spent their whole life in the path of Allah subhanahu wa ta'ala, inshallah their talk is going on in the Pindal there. Main ijtama. All have gathered there. Hazrat Luqman alayhi salam says, उलमा की मजलिस में बैठा करो, हकमा की बातों को गौर से सुना करो. इसकी वजह से मुर्दा दिल ऐसे जिंदा हो जाते हैं जैसे जोरदार बारिश से मुर्दा जमीन जिंदा हो जाती है. നമ്മുടെ ഉലമാക്കളുടെ മജ്‌ലിസുകളിലും വൈസ് പീപ്പിൾ നല്ല വിവേകമുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ കേൾക്കണം. ഏതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമി സജീവമാകുന്നതുപോലെ निर्जीवമായ ഹൃദയം ഈ കാര്യങ്ങൾ കാരണമായി എന്നും സജീവമാണ്. तो अभी हमारे बड़ों की बात वहां हो रही है. Without wasting time, without going for any other, from this place, this whole majlis is going to shift to the main Pindal inshallah. करेंगे? നമ്മൾ ഇൻഷാല്ലാഹ് ഇപ്പോൾ നമ്മൾ ഉടനെ ഉണ്ടാക്കാൻ മജ്‌ലിസിൽ പോയിരിക്കുക. എന്നിട്ട് അവിടെ നടക്കുന്ന സംസാരങ്ങൾ ബാക്കി തഷ്കീലൊക്കെ അവിടെ നടക്കും. മജ്‌ലിസിന്റെ അവസാനത്തിൽ അവിടെ നിങ്ങളുടെ നാട്ടുകാരോട് ഇരിക്കാൻ വേണ്ടി പറയും. ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ വെക്കേഷൻ ജമാഅത്തിൽ പോകുന്ന കാര്യം, ആഴ്ചയിലെ പള്ളിയിൽ അമലുകൾ, ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഇൻഷാല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയും. അവിടെ നിങ്ങൾ നിയത്ത് the whole bluetooth transfer should be over in 5 minutes inshallah. ഈ 4 മാസക്കാരി ഈ വർഷം പോലെ അവർ മാത്രം 4 months people please sit down, finish your job and go rest and all, please go and join the main majlis. ഡോക്ടർ അസംബ്ലി ഇരിക്കുക. ബാക്കിയുള്ള 4 months, those have given the names of 4 months, please be seated.